അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 400 പേരിലധികം കൊല്ലപ്പെടുകയും 250-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കാബൂളിലെ ഉമിദ് ആശുപത്രിക്ക് നേരെയാണ് ഈ വ്യോമാക്രമണം ഉണ്ടായത്. ലഹരി വിമുക്ത കേന്ദ്രമായ ആശുപത്രിയെയാണ് ലക്ഷ്യം വെച്ചതെന്നും അഫ്ഗാൻ ആരോപിക്കുന്നു. എന്നാൽ പാകിസ്ഥാൻ ഇതൊക്കെ നിഷേധിക്കുകയാണ്. സൈനിക കേന്ദ്രങ്ങളെയും തീവ്രവാദ പ്രവർത്തനങ്ങളെയുമാണ് ലക്ഷ്യം വെച്ചതെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. പ്രാദേശിക സമയം തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയാണ് പാകിസ്ഥാൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തിയത്. ലഹരി വിമോചന കേന്ദ്രത്തിന് നേരെ നടത്തിയ ഈ ആക്രമണത്തിൽ 400-ലധികം പേർ കൊല്ലപ്പെടുകയും 250-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. 2000 കിടക്കകളുള്ള ആശുപത്രി കെട്ടിടത്തിന്റെ ഭൂരിഭാഗവും ഈ ആക്രമണത്തിൽ തകർന്നു. ഭീകരത സൃഷ്ടിക്കാൻ ആശുപത്രികളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുകയാണെന്നാണ് അഫ്ഗാൻ സർക്കാർ വക്താവ് സഹിബുള്ള മുജാഹിദ് പറഞ്ഞത്. ഇത്തരം നടപടികൾ അംഗീകൃത തത്വങ്ങൾക്ക് വിരുദ്ധവും മാനവരാശിക്കെതിരായ കുറ്റകൃത്യവുമാണെന്ന് അദ്ദേഹം പറയുന്നു. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 400-ലധികം പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായി അഫ്ഗാനിലെ ക്രിക്കറ്റ് താരങ്ങളൊക്കെ രംഗത്തു വന്നു. അഫ്ഗാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ, മുൻ ക്യാപ്റ്റൻ മുഹമ്മദ് നബി എന്നിവർ പുണ്യമാസമായ റമദാനിൽ നടത്തിയ ക്രൂര ആക്രമണത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. കാബൂളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ സിവിലിയന്മാർ കൊല്ലപ്പെട്ടെന്ന വാർത്തകളിൽ അതീവ ദുഃഖിതനാണ് എന്നാണ് റാഷിദ് ഖാൻ എക്സിൽ കുറിച്ചത്. യുദ്ധക്കുറ്റമാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. മനുഷ്യജീവനുകളോടുള്ള ഈ കടുത്ത അവഗണന പ്രത്യേകിച്ച് വിശുദ്ധ റമദാൻ മാസത്തിൽ അങ്ങേയറ്റം അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്നും ആശങ്കാജനകവുമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് ഭീകരതയ്ക്കും വിദ്വേഷത്തിനും കാരണമാകുമെന്നും ഈ കുറ്റകൃത്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഐക്യരാഷ്ട്ര സംഘടനയോടും മറ്റു മനുഷ്യാവകാശ സംഘടനകളോടും ആവശ്യപ്പെടുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഈ ദുഷ്കരമായ സമയത്ത് തൻ്റെ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം നിൽക്കുന്നു, നമ്മൾ ഉയർത്തെഴുന്നേൽക്കും എന്നതാണ് റാഷിദ് ഖാൻ എക്സിൽ കുറിച്ചത്. ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മുൻ അഫ്ഗാൻ ക്യാപ്റ്റൻ മുഹമ്മദ് നബിയും ഇതിനോട് പ്രതികരിച്ചു. കാബൂളിലെ ആശുപത്രിയിലെ പ്രതീക്ഷകളെല്ലാം അടഞ്ഞുപോയി എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ചികിത്സ തേടിയ യുവാക്കൾ പാകിസ്ഥാൻ സൈനിക ഭരണകൂടത്തിന്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മക്കളെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് അമ്മമാർ ഗേറ്റുകളിൽ കാത്തുനിൽക്കുന്നു. റമദാനിലെ 28ാം രാത്രിയിൽ അവരുടെ ജീവിതങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് എന്നതാണ് അദ്ദേഹം ആ വീഡിയോ സഹിതം പങ്കുവെച്ചുകൊണ്ട് എക്സിൽ കുറിച്ചത്. അങ്ങനെ പലതരത്തിൽ ഈ ആക്രമണത്തിന് തെരഞ്ഞെടുത്ത സമയവും കാലവും വലിയ 400-ലധികം വന്ന മരണവും ഒക്കെ വലിയ വിമർശനങ്ങൾക്ക് ഇടവെൽക്കുകയാണ്. വലിയ പ്രതിഷേധം അതിനെതിരെ ഉയരുകയാണ്. അപ്പോൾ പാകിസ്ഥാന്റെ വാദം എന്ന് പറയുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ അവകാശവാദങ്ങളെ എല്ലാം തള്ളിക്കളയുകയാണ്. കാബൂളിലെയും കിഴക്കൻ പ്രവിശ്യയായ നങ്കർഹാറിലെയും സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു തങ്ങളുടെ ആക്രമണമെന്നും ഇവ കൃത്യമായിരുന്നു എന്നുമാണ് പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി അദാഉല്ല തരാർ പറഞ്ഞത്. വിവിധ ഭീകര ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കാൻ അഫ്ഗാൻ താലിബാൻ ഭരണകൂടം ഉപയോഗിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് തങ്ങൾ ലക്ഷ്യമിട്ടത് എന്നതാണ് പാകിസ്ഥാൻ മന്ത്രി എക്സിൽ കുറിച്ചത്. അപ്പോൾ ഈ അവകാശവാദങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ അഫ്ഗാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പാകിസ്ഥാൻ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ടാണ് ഇന്ത്യ രംഗത്ത് വന്നത്. വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന പുറത്തിറക്കി. ഒരു തരത്തിലും സൈനിക ലക്ഷ്യമായി കണക്കാക്കാൻ കഴിയാത്ത ഒരു കേന്ദ്രത്തിൽ നിരവധി സാധാരണക്കാരുടെ ജീവൻ അപഹരിച്ച ഈ അപകടം ഭീരുത്വവും മനസാക്ഷിക്ക് നിരക്കാത്തതുമാണ് എന്നതാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കൂട്ടക്കൊലയെ സൈനിക നീക്കമായി ചിത്രീകരിക്കാനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് ഈ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണം പാകിസ്ഥാന്റെ ക്രൂരമായ അധിനിവേശമാണ്. ഇത് അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് മേലുള്ള നഗ്നമായ കടന്നുകയറ്റവും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഉള്ള ഭീഷണിയാണ് എന്നും മന്ത്രാലയം ഈ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഇസ്ലാമാബാദിന്റെ തുടർച്ചയായ നിരുത്തരവാദപരമായ ഈ പെരുമാറ്റത്തെയും തങ്ങളുടെ ആഭ്യന്തര പരാജയങ്ങൾ മറച്ചുവെക്കാൻ അതിർത്തിക്കപ്പുറത്ത് നടത്തുന്ന തീവ്രമായ ആക്രമണ ശ്രമങ്ങളെയുമാണ് ഈ ആക്രമണം പ്രതിഫലിപ്പിക്കുന്നത് എന്നതാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹങ്ങൾ സമാധാനത്തിന്റെയും പ്രാർത്ഥനയുടെയും കാരുണ്യത്തിന്റെയും സമയമായി കാണുന്ന വിശുദ്ധ റമദാൻ മാസത്തിൽ ഈ ആക്രമണം നടത്തിയെന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്നതും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ പ്രസ്താവനയിൽ. ഒരു ആശുപത്രിയെയും അവിടുത്തെ രോഗികളെയും ബോധപൂർവം ലക്ഷ്യം വെക്കുന്നതിനെ ന്യായീകരിക്കാൻ ഒരു മതത്തിനോ നിയമത്തിനോ ധാർമ്മികതയ്ക്കോ കഴിയില്ല. ഈ ക്രിമിനൽ കുറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാർക്ക് നേരെ പാകിസ്ഥാൻ നടത്തുന്ന വിവേചനരഹിതമായ ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും അന്താരാഷ്ട്ര സമൂഹത്തോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ ശക്തമായ ഒരു പ്രതികരണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്.
പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി നിലനിൽക്കുന്ന സംഘർഷഭരിതമായ സാഹചര്യം അതിന്റെ ഏറ്റവും വലിയ ആഘാതം സൃഷ്ടിച്ച ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പിരിമുറുക്കം പരിഹരിക്കുന്നതിന് തയ്യാറാണെന്നും യുദ്ധം വ്യാപിക്കുന്നത് ഒഴിവാക്കി ചർച്ചയിലേക്ക് മടങ്ങി വരണമെന്നും ചൈനയുൾപ്പെടെ ആവശ്യപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണവും ഇറാന്റെ പ്രത്യാക്രമണവും പശ്ചിമേഷ്യയിലാകെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നതിനിടയിലാണ് പാക് അഫ്ഗാൻ സംഘർഷം കൂടി മൂർധന്യാവസ്ഥയിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. രണ്ട് അയൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്ന നിലയിൽ ഇന്ത്യയെ സംബന്ധിച്ചും വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പാകിസ്ഥാന്റെ ഇടപെടലിനെതിരെ ശക്തമായ ഭാഷയിൽ ഓരോ ഘട്ടത്തിലും ഇന്ത്യ രംഗത്ത് വരുന്നു എന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ആ സാഹചര്യങ്ങളൊക്കെ സസൂക്ഷ്മം ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. മറ്റൊരു യുദ്ധത്തിലേക്കോ ഏറ്റുമുട്ടലിലേക്കോ ഒക്കെ കാര്യങ്ങൾ നീങ്ങുമോ എന്ന സംശയം ഇപ്പോൾ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ ഉടലെടുത്തിരിക്കുന്നു എന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.